ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, ഇന്ദ്രൻസ് എന്നിങ്ങനെ മൾട്ടി സ്റ്റാർ താരനിരയുമായി നാളെ മെയ് 1 വെള്ളിയാഴ്ച തിയേറ്ററിലെന്ന മലയാള സിനിമയാണ് പേർട്ടിയേറ്റ്. 3 മണിക്കൂർ 15 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ സിനിമ കേരളത്തിൽ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത് രാവിലെ 9:15-നാണ്. കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും GCC ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം തന്നെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ പുറത്തു വന്നിരിക്കുന്ന കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 5,25,00,000 രൂപ നിലവിൽ നേടിയെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ 5,50,00,000, 5,60,00,000 റേഞ്ചിൽ എത്തിച്ചേരാനാണ് സാധ്യത. റെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രീസെയിലായി നിലവിൽ 1,60,00,000 മുകളിൽ നേടിയെടുത്തിട്ടുമുണ്ട്. അങ്ങനെ നാളെ വെള്ളിയാഴ്ചയിലെ ഇന്ത്യൻ പ്രീസെയിലായി സിനിമ 7 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് പ്രീസെയിൽ 17,50,00,000 മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 19-20 കോടി റേഞ്ചിൽ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കേരളത്തിൽ ഏറ്റവും മികച്ച പ്രീസെയിൽ നേടിയെടുക്കുന്ന സിനിമകളുടെ പട്ടികയിൽ പേർട്ടിയേറ്റ് 4-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്തുള്ളത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ എമ്പുരാൻ എന്ന സിനിമയാണ്. 12,40,00,000 രൂപയാണ് ആദ്യ ദിവസം പ്രീസെയിലായി കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരുന്നത്. 2-ാം സ്ഥാനത്തുള്ളത് തളപതി വിജയ് നായകനാകുന്ന ലിയോ എന്ന സിനിമയാണ്. ഈ സിനിമ കേരളത്തിൽ പ്രീസെയിലായി 8,80,00,000 രൂപ നേടിയെടുത്തിരുന്നു. 3-ാം സ്ഥാനത്ത് 8,02,00,000 രൂപയുമായി രജനീകാന്തിന്റെ കൂലി എന്ന സിനിമയുമാണ്. ഇന്ന് ഏപ്രിൽ 30 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത് മിക്സഡ് അഭിപ്രായം നേടുന്ന തമിഴ് സിനിമയാണ് കര. വിഘ്നേഷ് രാജ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ധനുഷ്, മമിത ബൈജു, KS രവികുമാർ, കരുണാസ്, ജയറാം, സുരാജ് വെഞ്ഞാറമൂട്, ശ്രീജ രവി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. മിക്സഡ് അഭിപ്രായം നേടുന്ന ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 18 ലക്ഷം റേഞ്ചിലാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട് ഓപ്പണിംഗ് കളക്ഷനായി സിനിമ പ്രതീക്ഷിക്കുന്നത് 4.5 കോടി റേഞ്ചിലാണ്. ഇന്ത്യൻ ഗ്രോസായി 6 കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 10 കോടിക്ക് മുകളിൽ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഏപ്രിൽ 2-ന് തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. സിനിമ 5-ാമത്തെ വ്യാഴാഴ്ച കൂടിയായ 29 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 28 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 126,10,00,000 രൂപയാണ്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 65 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 29 ദിവസം കൊണ്ട് കേരളത്തിൽ 126,75,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 232,50,00,000 റേഞ്ചിലുമാണ്. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10-ന് തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഈ ചിത്രം ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 20 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 23,90,00,000 രൂപയാണ്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 55 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 21 ദിവസം കൊണ്ട് കേരളത്തിൽ 24,45,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് 40 കോടിയുടെ ഒഫീഷ്യൽ പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിരുന്നു. നിലവിൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരവും ഈ സിനിമ 40 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഷറഫുദ്ദീൻ നായകനായി വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 23-ന് തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന അത്യാവശ്യം മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് മധുവിധു. ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 2,80,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 8-ാം ദിവസമായിരുന്ന വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 25 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ 8 ദിവസം കൊണ്ട് 3,05,00,000 റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 4,80,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.